വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് പൂച്ച 3 വീട്ടിലെത്തി ഓർമ്മ ഫുള്ള് അടിയാണ്. ഇതാ ഒന്നാവാത്തിട്ട് ഒന്നിതാ ഇവിടെ ഇതാ അടിനാങ്ങനെ ഇതാ കടന്നിട്ട് കടിക്കുന്നുണ്ടോ ഇവിടത്തിൽ മുക്കണോ മാറി കോഴി ഞാൻ ഓടിക്ക ഇന്നിട്ട് അടിയാണ് ഞാൻ കണ്ടാണ്ടല്ലോ. കാണിച്ചു തരാം കേട്ടോ നിങ്ങളൊക്കെ. ഒരാളെ മുക്കിയത് കണ്ടിട്ട് തോന്നണ്, രണ്ടെണ്ണം ഇപ്പം അനങ്ങില്ല. ഇതൊക്കെ കടന്നുറങ്ങി നിൽക്കവിടെ ഇത് പാവം ഇത് തൊട്ടടുത്ത കടിക്കില്ലേ പിടിച്ച് നെക്കൂട്ടിയാല്. എന്നെ അറിയില്ല. ബിങ്കോ ഈ പാലത്തിമേ കുറേ നേരം നിന്നതാ. ഈ ചെറിയ പാലത്തിമേ അതാണ് മെയിൻ പാലം. ആ റോഡ് അങ്ങനെ പോണ്ട്. ഇതാണ് മെയിൻ പാലം. ഇത് പണ്ടത്തെ പാലാണിത്. ഇവൻ്റെ ചെയിനല്ല മറ്റെന്തോ മുത്തിൻ്റെ എന്തൊക്കെ സാധനം ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇനി ഇവൻ അത് മറക്കും ചെയ്യും, ഞാനിത് എടുക്കും ചെയ്യും. മറന്നില്ലെങ്കിൽ മറപ്പിക്കും. അതെനിക്ക് വേണം, അത് ഞാനങ്ങ് എടുക്കുക. ഇതിനി നോക്കണ്ട തന്തുവോ, ഇതിനി എൻ്റെ ആടാ. കുറച്ചേരം അവിടെ ബിങ്കോ ഒക്കെ നിന്നിട്ട് ചടക്കുണ്ട്. ഇവിടെ പാലം പൊട്ടുമെന്നോ അറിയില്ല. പൊട്ടിയാലേ താഴെ സാമിയൊക്കെ നട്ടുച്ചി കുളിച്ച് കയറും. സാമിയൊക്കെ നട്ടുച്ചി കുളിച്ച് കയറും. ഇതാ പകുതി മുക്കാൽ ഇടിഞ്ഞു പോയി കിടക്കുക. ഇവിടെ ഈ പാലത്തിൻ്റെ നടുവിന് അടിഭാഗം പകുതി മുക്കാൽ ഇടിഞ്ഞു പോയി കിടക്കുക. അമ്പോ ഇവിടെ കടന്നുറങ്ങിയാലോ വേണ്ട, താഴെ ഇങ്ങനെ കടന്നുറങ്ങാം. ഇതുണ്ടോ പാല്, അതിന് നല്ല സൈസ് ഉണ്ട് ഈ ഭാഗമായിട്ട്. ഇതുണ്ടോ നല്ല സൈസ് ഉണ്ട്. ഇവിടെ കടന്നുറങ്ങാനൊക്കെ പറ്റും. ഇവിടെയൊക്കെ കടന്നുറങ്ങാനൊക്കെ. പാമ്പ് എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കൂടെ കയറിയാൽ അറിയില്ല. ഇവിടെ കടന്നുറങ്ങണമെന്നുണ്ട്. ഫോൺ എന്തെങ്കിലുമൊക്കെ തോട്ട് പോയാൽ പിന്നെ കിട്ടുകയൊക്കെ ചെയ്യും. നമ്മൾ താഴെ പോയാൽ കിട്ടൂല. അവിടെ പാറ നല്ല വലിയ പാറയൊക്കെ ഉണ്ടാവും. ഇതാ നേരത്തെ നിന്ന് ബിങ്കോൻ്റെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മീൻ തിന്നു നോക്കിക്കോ. കൊത്ത് കണ്ടോ ആ അത്രയും മീനുണ്ട് അവിടെ. കാണണോലല്ല, ചെറിയ തോടാന്നേ മീൻ ഇഷ്ടം പോലെ. ഇപ്പോൾ അത് അവിടുന്ന് ഒരു കൊക്ക് വലിയൊരു മീനെ പിടിച്ചുകൊണ്ടായിട്ടേ ഉള്ളൂ. കുറച്ച് തൊട്ട് ഞാൻ വ്ളോഗ് എടുക്കണതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു കൊക്ക് വലിയ മീനതാ ഈ കാണില്ലേ ആ പുല്ല്, അവിടുന്ന് പിടിച്ച് കൊണ്ടുപോയിട്ടുള്ളൂ. എന്തൊരു വെയിൽ. ഇവിടെ മാത്രമേ തണലായിട്ടുള്ളൂ. പിന്നെ അവിടെയൊക്കെ തണലുണ്ട്, ഇരിക്കാൻ പറ്റിയ സീറ്റായിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി നിന്നിട്ട് 2-3 ബിങ്ക തിന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇവിടെ ഇരിക്കുക. ഇപ്പോൾ വീട്ടിൽ പോകണം, നട്ടുച്ച അയക്കണം. വീട്ടിൽ പോകണമെന്നുണ്ട്, വീട്ടിൽ പോവാൻ നമുക്ക് എന്താ ഇപ്പം അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് വീട്ടിൽ പോകും. കുറച്ചവിടെ ഇരിക്കട്ടെ. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തയായ സാരഥി വോട്ടെടുപ്പിക്കല്ലേ. അപ്പോൾ പാർട്ടീൻ്റെ സാധനങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റിക്കർ അതുണ്ടോ കാണിച്ചോ കണ്ടോ. എന്താ വെച്ചു സ്ഥാനാർത്ഥിയോ? അതന്നെ സ്ഥാനാർത്ഥി അങ്ങനെ പറയാം. ഇവിടെ എവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ആ ഭാഗത്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നോ നാളെയായിട്ട് വോട്ടെടുപ്പ് എപ്പോഴാണ്? ഇന്നാണോ വോട്ടെടുപ്പ്? 14-ാം തീയതിയോ? 11-ാം തീയതി. എന്ന് എത്രാം തീയതിയാ? 11-ാം തീയതി വോട്ടെടുപ്പാണ് ഗൈസ്. അതിന് സ്റ്റിക്കറും എല്ലാം നേരത്തെ ജീപ്പിൽ എന്തൊക്കെ പോയില്ല. അതിനിപ്പോൾ രാവിലെ കുറേ ആൾക്കാർ രാവിലെ എപ്പോഴൊക്കെ വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പാലത്തിൽ നിൽക്കാം. അത് പാട്ടിന് കുറച്ച് നേരത്തെ പാട്ടുണ്ട്. ഞാൻ വ്ളോഗ് എടുത്തപ്പോൾ പാട്ടം കണ്ട് പെട്ടെന്ന് ഓഫാക്കി. മൂപ്പര് വർത്താനം പറയുന്നത്. അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ല പാട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു വിചാരിച്ചാൽ വെറുതെ പറഞ്ഞ ഡാൻസ് ഒന്നും കളിക്കില്ലായിരുന്നു. ഞങ്ങനെ പാട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ജിത്തോ പോയി ചാർജൊക്കെ തീർത്തോ? ശ്രീകുട്ടം വന്നില്ല? അതാണ് എങ്ങോട്ട്? അവൻ വീട്ടിൽ പോയി. അന്ന് നീ പോയി. അപ്പൊ നീ എന്താ ഒന്നും പോകണില്ല? ഞാൻ കൊണ്ട് പോകണില്ല. എവിടെ
പരിവാരം ചുറ്റുകയും ആലിംഗനം ചെയ്ത സെൻസോറിനോട് വാനോളം ഉയർത്തിപ്പിടിച്ച് അടിപ്പറ പ്രധാന ചുവട്ടുകൾ വെക്കാൻ കാലം കരുതി വെച്ച ആ നായിക നമ്മറിയുന്നവൾ നമ്മെ അറിയുന്നവൾ നമ്മുടെ നാട്ടുകാരി അക്ഷരങ്ങളെ സൂക്ഷിക്കുവാനി സഖാവ് സുഹാസകദേവൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിക്കുന്നവരെ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. 11-ാം തീയതി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. കാത്തിരിക്കുന്ന പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാടിന്റെ മാറ്റത്തിനും മുന്നേറ്റത്തിനുമായിരിക്കട്ടെ. ഇന്ന് ഫുള്ള് പാട്ട്. രാവിലെ തൊട്ട് ഇതിലായിട്ട് എത്ര വണ്ടി വന്നോ? ഒരു 4-5 വണ്ടി ഇങ്ങനെ വന്നിക്കണ് പാട്ട് വെച്ചിട്ട്. എന്താ ചെയ്യാ? നിങ്ങളെ പാട്ടൊക്കെ പോയതാ? കോഴീനെ ഒട്ടിക്കല്ലേ? എടാ അവന്റെ പേരെന്താ? ജിത്ത്. കോഴീനെ ഒട്ടിക്കല്ലേ? കോഴീനെ ഒട്ടിക്കല്ല കേട്ടോ. മണക്കതാ ചീഞ്ഞത് കൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കര കയ്പ്പ്. നാരങ്ങ ചീഞ്ഞത് ഒറ്റ അടി പറപ്പിച്ച തോട്ടക്ക്. ജിത്ത് മാറ്റി കാണിച്ചു കൊടുക്ക്. ജിത്തിന് മാറ്റി കാണിച്ചു. ജിത്ത് ഇങ്ങോട്ട് മറ്റേ കാണിച്ചു കൊടുക്ക്. ഇങ്ങോട്ട് നന്ദു കേറാൻ ഇങ്ങോട്ട്. നീ തൊള്ളയോ ഒന്നും അറിയില്ല അവന്. അതായിരുന്നല്ല ഇതെങ്ങനെ വരത്തത് എനിക്കറിയാലോ. അറിയില്ല പറഞ്ഞാ പോരെ. അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഓരോ കാരണം പറയണ്. പൈത്താണോ തട്ടി നോട്ടെ. ഇടല്ലേ ഇങ്ങോട്ട് മെല്ലെ അതാണ്. ഉപ്പുമുളക് തോനൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ ഉപ്പുമുളകൊക്കെ. എനിക്ക് കാന്താരി മുളകോ കാണുന്നില്ല. കാപ്പിൻ്റെ അവിടെ നിന്ന് മാറിക്കേ. നീ അകത്ത് പോയിക്കോ. ഞാൻ ഉപ്പുമുളക് തന്നല്ലേ. ഉപ്പുമുളക് നീ ഇവിടെ കൊണ്ടുവന്ന് കൊട്ടിയാൽ പിന്നെ മണൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ മണക്കുന്നൊക്കെ ഉണ്ട്. മാസ്കാ പോരെ. ആഹാ എന്താ തൊലി വിളിക്കാൻ പറ്റില്ലടാ. അടിച്ചു വരണ്ട് ഗൈസ്, അടിച്ചു വരണ്ട്. നമുക്കും പണിയൊക്കെ അറിയാം. അമ്മയ്ക്ക് മാത്രല്ല പണി അറിയാം, അമ്മക്കൊക്കെ അറിയാം. അല്ല പിന്നെ എന്തോ ഒരു കൈ പിടിക്കുന്നോ ചൂലിൻ്റെ? ഒരു കൈ പിടിക്കുന്നോ? മുന്നിന്ന് മാറും. മുറ്റടിച്ചാലിട്ട് അമ്മയ്ക്ക് വല്ല പണി പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളെ തുണി ഉണക്കാനുള്ള പണി. ചെമ്പ് മൊത്തം തുണിയുണ്ട് ഇവിടെ ഈ ഇത് ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇതൊന്ന് പിന്നെ പിന്നെ അപ്പുറത്തെ മൂലത്തെ പച്ച നൈറ്റി, പിന്നെ ഈ ഷർട്ട്, പിന്നെ ഈ പോളിത്തെ ഷർട്ട്, പിന്നെ ഈ നൈറ്റി, പിന്നെ അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഇനി തുണി ഉണക്കണ്. അടിച്ചു വരുന്ന പരിപാടിക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. മുറ്റം കുറച്ച് അടിച്ചു വരിയിട്ട് ബാക്കി പരിപാടിക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആടാ ഇതെവിടെ നിൽക്കുക പാസ്സാക്ക്. ഞാൻ എനിക്ക് ഇത്തരാം, നീ അവിടെ നിന്ന് ഉണക്കി കേട്ടോ. ഞാനിവന് പാസ് ചെയ്യുന്നു, ഇവൻ ഉണക്കുന്നു. അപ്പോൾ ആർക്ക് ലാഭം? എനിക്ക് ലാഭം. ഇത് ഇന്നിട്ടല്ലേ നീ
ഇന്ന് ഇട്ടിട്ടില്ലല്ലോ, അതും അലക്കി കളഞ്ഞ്. എന്തൊക്കെ ഇടാൻ വേണ്ടി വെച്ചതാ. അവിടെ ചുരുട്ടി കൂട്ടി ഹാളിലിട്ട്, ഹാളിലല്ല റൂമിൽ തന്നെ ഇട്ട്, അതുവരെ അലക്കിയിട്ടിക്കണ്. ഇട്ടിട്ട് കൂടിയില്ല, അതുവരെ അലക്കിയിട്ട്. എന്നിട്ട് പറയാ ഭയങ്കര പാടുള്ള പണിയാണ്. അലക്കിയതൊക്കെ ഇങ്ങനെ അലക്കും. അലക്കിയതായാലും ചുരുട്ടി കൂട്ടി അവിടെ ആരെങ്കിലൊക്കെ ഇടും, ആരെങ്കിലൊക്കെ ഇങ്ങനെ ഇടും. എടുത്ത് അപ്പം തന്നെ അലക്കും. ഇട്ടോ അവിടെ ചുരുട്ടി കൂട്ടി എവിടെ ഇട്ടോ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ അലക്കുക. ഇതാ ഉണക്കിയിടുക. ഇതാ ഉണക്കിയിരുന്നു. ഇവനൊക്കെ ഞാൻ പോകുന്നു വിചാരിച്ചേ. പിന്നെ വെക്കേഷൻ അല്ല, ലീവുള്ളം കൊണ്ട് ഓട്ടിൻ്റെ എന്തൊക്കെയോ ലീവുള്ളം കൊണ്ട് ലീവാണ് ഗൈസ്. ഇവൻ നാളെ എപ്പോഴും പോകും, നാളെ പോകും മറ്റന്നാൾ പോകുന്നോ അറിയില്ല. തുണിയൊക്കെ ഉണക്കി കഴിഞ്ഞാ ഇനി എന്തല്ലേ അടിച്ചേരി, അകൊക്കെ അടിച്ചേരി. ആ അടിച്ചേരി. ഇനി പാത്രം കഴിക്കണ്. ആ ഞാനേ കഴിക്കേ പാത്രം, നീയല്ല. നീ ഇന്ന പാത്രം ഞാൻ തന്നെ കഴിക്കേ. ആ ഇവന്തത് മാത്രം ഞാൻ തന്നെ കഴിക്കുക. എന്നിട്ട് ആരാ കഴിയെന്ന് അടിച്ചു വരില്ല അമ്മ. പിന്നെ രണ്ടാമത് അടിച്ചു വരിക. ആ വശമൊക്കെ അടിച്ച്. ആ വശമൊക്കെ അടിച്ച് ചോദിച്ചു. ആ വശമൊക്കെ അടിച്ചില്ലേ? ആ ചെരുപ്പ് അതൊക്കെ എങ്ങനെയോടെ വെച്ചാൽ ഉറങ്ങുമ്പോട്ട് തോർന്ന ഞെട്ടൂല എന്തോ ഞെട്ടില്ല എന്തോ. എവിടെയോ ഫോൺ കൊണ്ട് ഇച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. മോള് യൂട്യൂബത്തെ നോട്ടെ. എടാ ഞാൻ തയ്യത് 13 18 തയ്ക്കുക, 58 തയ്ക്കുക, 40 എനിക്ക് മെല്ലെ വ്യൂസ് ഒക്കെ കുറവാണ്. നുള്ളയിൽ കാര്യമാക്കണില്ല. ഡെയിലി കൂടെ ഇല്ലേ ഞാൻ അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. നെവർ ഗീവ് അപ്പ് എന്നില്ല. ഓരോ ദിവസം സക്സസ് നമുക്ക് ഉണ്ടാവും. ചേച്ചി നമ്മളെ നിർത്താതെ കൊണ്ടുപോകുന്ന ഗൈസ്. നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നാളെ അടുത്ത ബ്ലോഗായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.